ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൻ വേളിലേക്ക് സ്വാഗതം. നമുക്ക് അടിപൊളി പെപ്സി ഉണ്ടാക്കിയാലോ. ഈ പെപ്സിയുടെ കവർ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അങ്ങനെ നമുക്ക് പെപ്സി, ഓറഞ്ച് ഏത് വേണമെങ്കിലും പെപ്സി ഉണ്ടാക്കാം. ഓറഞ്ചോ ഗ്രേപ്സോ. അപ്പം ഞാൻ ഇന്ന് മാംഗോ പെപ്സിയാണ് ഉണ്ടാക്കണത്. അതിന് 1/2 ലിറ്റർ പാല് കടായിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 1 ടീസ്പൂണോളം ഏലക്ക പൊടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് തിളക്കട്ടെ. ഈ സമയം ഒരു മാങ്ങ നന്നായി അരച്ച് പേസ്റ്റ് ആക്കാം. ഇനി നമ്മൾ തിളച്ച് വന്ന പാലിലോട്ട് കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് പെട്ടെന്ന് മിക്സ് ആവാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. ഒരു അരിപ്പ എടുക്കുക, അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഇതിനി കുറച്ച് വെള്ളം ചേർത്ത് നല്ല ലൂസാക്കി എടുക്കണം. ഞാനിപ്പോൾ അത്ര വെള്ളമൊന്നും ചേർത്തിട്ടില്ല. എനിക്ക് ഇതുപോലെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാനതുപോലെ തന്നെ വെച്ചേക്കാണ്. ഇത് ഇനി കവറ് നമ്മൾ ആവശ്യത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ തീയിൽ ഇങ്ങനെ കാണിച്ച് നല്ല പ്രസ് ചെയ്യുക. അപ്പോൾ പിന്നെ അതവിടെ ഒട്ടിയിരിക്കും. ഇനി ചെറിയൊരു നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കണ ചെറിയൊരു ഫണലുണ്ടല്ലോ, ആ ഫണൽ വെച്ചിട്ട് അതിലോട്ട് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് കഴിഞ്ഞ് ഓവർനൈറ്റ് നമ്മൾ ഫ്രീസറിൽ വയ്ക്കണം. അടിപൊളി ടേസ്റ്റാണ് മക്കളെ. കുട്ടികൾക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങി കൊടുക്കണേക്കാളും നല്ലത് നമ്മൾ ചെയ്ത് കൊടുക്കണമെന്നാണ്. അപ്പം സിമ്പിളായിട്ട് പെപ്സി ഉണ്ടാക്കിയില്ലേ? അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. മാങ്ങക്കാലല്ലേ, മാങ്ങക്കാലം ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ മാങ്ങ കൊണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ആദിലക്ഷ്മി കിച്ചൻ വീട് കാണാം. ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.